ഹലോ എവരിബഡി, വെൽക്കം ബാക്ക് ടു ബോക്സ് ഫുട്ബോൾ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. കഴിഞ്ഞ വീഡിയോ നല്ല രീതിയിൽ അക്സെപ്റ്റൻസ് കിട്ടി. എല്ലാവർക്കും താങ്ക് യു. കമൻറ്റ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും കണ്ടവർക്കും ഇഷ്ടപ്പെട്ടവർക്കും ഒക്കെ താങ്ക് യു. ഇൻഫാക്റ്റ് അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മോട്ടിവേറ്റിംഗ് ആണ് വീഡിയോസ് ചെയ്യാൻ വേണ്ടി. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗെയിം വീക്ക് 9, പ്രീമിയർ ലീഗിൻ്റെ ഗെയിം വീക്ക് 9 നമ്മൾ പൊതുവേ കളികളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പോവാണ്. ആദ്യം തന്നെ ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എടുക്കട്ടെ. എല്ലാവർക്കും എല്ലാ കളിയും കാണാൻ പറ്റണമെന്നൊന്നുമില്ല. അപ്പം ഞാൻ കണ്ട കളികളും കാണാത്ത കളികളെ പറ്റി ഞാൻ വലിയ ചർച്ച ചെയ്യുന്നതായിരിക്കും. ചിലയിടത്ത് എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയാനും സമയമില്ല. കാര്യം ഇത് വളരെ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാനാണ് താല്പര്യം എനിക്ക്. തൊട്ട് പോകാൻ എന്തായിരുന്നു ഗെയിം വീക്കിൻ്റെ അവസ്ഥ പ്രീമിയർ ലീഗിൽ. അത് മാത്രമല്ല എൽ ക്ലാസിക്കയെ കുറിച്ചും നമുക്ക് പരാമർശിക്കാം. അപ്പം ഗെയിം വീക്ക് 9 ആദ്യത്തെ മാച്ചായിട്ട് വന്നത് ലീഡ്സ് വെസ്റ്റ് ഹാമാണ്. ലീഡ്സ് വെസ്റ്റ് ഹാം എന്ന് പറയുന്നത് 2 റിലഗേഷൻ ബാറ്റിൽ ചെയ്യാൻ കെൽപ്പുള്ള 2 ടീമുകളാണ്. ആ കളിയിൽ ലീഡ്സിൻ്റെ ഹോമിലായിരുന്നു കളി. ലീഡ്സ് ജയിച്ചു വെസ്റ്റ് ഹാമിൻ്റെ കൂടെ. വെസ്റ്റ് ഹാം ഒന്നും പറയാനില്ല. ന്യൂനോയുടെ അണ്ടറിൽ ഫസ്റ്റ് ഗോള് 90th മിനിറ്റിൽ അതൊരു ആശ്വാസ ഗോളായിട്ട് വന്നതാണ്. അപ്പോൾ ന്യൂനോ ഇതുവരെ ചാർജ് എടുത്തിട്ട് 3ാമത്തെ കളി കണ്ടാണ് ഇതുവരെ ഒരു ഗോൾ പോലും അടിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ഒരു ഗോൾ അടിച്ചത്. പക്ഷേ ആ ഗോൾ അടിച്ചുകൊണ്ട് ഒരു ഗുണം ഉണ്ടായില്ല. കാര്യം ഓൾറെഡി ലീഡ്സ് വെർ വിന്നിങ് 2-0. അപ്പം ഒരു പൊട്ടൻഷ്യൽ ഒരു പൊട്ടൻഷ്യൽ റിലഗേഷൻ കാൻഡിഡേറ്റ് തന്നെയാണ് വെസ്റ്റ് ഹാം. അതും ലീഡ്സും മോശമില്ലാത്ത ഒരു റിലഗേഷൻ ടീമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ലീഡ്സിന് വേണ്ടി ഗോൾ സ്കോർ ചെയ്തത് ബ്രണ്ടൻ ആരൺസണും ജോ റോഡനുമാണ്. ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങോട്ട് നോക്കുന്നത്, ഒന്നും തോന്നരുത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ളൊരു മാച്ച് എന്ന് പറഞ്ഞാൽ ചെൽസിയുടെ മാച്ചായിരുന്നു. സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് വെച്ചിട്ടുള്ള മാച്ചിൽ ഗർണാച്ചോ അതിന് ആദ്യം തന്നെ സാഞ്ചസിനെ ഒരു സേവ് ഫോഴ്സ് ചെയ്തെങ്കിൽ ഗർണാച്ചോ നേരെ ഡയറക്റ്റ് ഫുട്ബോൾ കളിച്ച് ഒരു ഗോൾ അടിച്ച് അങ്ങനെ കാണിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. ഇവർ ഇസിഡോറിലൂടെ അവർ ഇക്വലൈസ് ചെയ്തു. പിന്നെ ഒരു അടിപൊളി 90+3 എങ്ങാണ്ടായപ്പോഴത്തേക്കും താൽബി എന്ന് പറയുന്ന പ്ലെയർ, നിങ്ങൾക്ക് ആ ഗോൾ പോയി നോക്കാം, ബ്ലണ്ടർ ഡിഫെൻഡിങ് ബൈ ബോത്ത് ചലബ ആൻഡ് തോസിൻ അഡാറബയോ ആണെന്ന് തോന്നുന്നു. രണ്ടുപേരും വളരെ മോശം ഡിഫെൻഡിങ്ങിലൂടെ അവർ ആ കളിയിലെ ഒരു പോയിന്റ് നശിപ്പിക്കുകയായിരുന്നു. ചെൽസി ഫാൻ ആയിരുന്നെങ്കിൽ ഞാൻ നല്ല ഫ്രസ്ട്രേറ്റഡ് ആയേനെ. പക്ഷേ ബീയിങ് എ മാൻ യുണൈറ്റഡ് ഫാൻ, ഹാപ്പി ടു സീ ദം ലൂസ് പോയിൻറ്റ്സ്. അതായിരുന്നു മെയിൻലി ഒരു വമ്പൻ ബ്ലണ്ടർ ഡിഫൻസ് ആയിരുന്നു. മാത്രമല്ല ചെൽസിയുടെ ഡിഫൻസ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. UCL അത്യാവശ്യം നല്ലൊരു വിന്നോട് കൂടിയായിരുന്നു. അയാക്സിനെ കണ്ട് തോപ്പിച്ച് നല്ല വിന്നിലോട് കൂടി വന്നതാണ് മരസ്കയുടെ ടീം. പക്ഷേ ദേ ഡ്രോപ്പ് പോയിൻറ്റ്സ് അറ്റ് ദെയർ ഹോം. അത് വളരെ വലിയൊരു തിരിച്ചടിയായിപ്പോയി. അതേസമയം സണ്ടർലാൻഡിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സണ്ടർലാൻഡിന് ഒരിക്കലും കുറച്ച് കാണരുത്. സണ്ടർലാൻഡുമായിട്ട് യുണൈറ്റഡൊക്കെ ജയിച്ചപ്പോഴത്തേക്ക് ആൾക്കാർ ഭയങ്കര തെറിവിളിയും അതിനെ സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ള രീതി കാണിച്ചാൽ ഇപ്പം സണ്ടർലാൻഡ് എനിക്ക് വന്ന് 3rd ആണ്. ഐ ഡോണ്ട് എക്സ്പെക്ട് ഇറ്റ് ടു ബി ദ സെയിം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ദേ ആർ പെർഫോമിങ്. ദേ ഡോണ്ട് ലുക്ക് ലൈക്ക് ദെയർ കൗണ്ടർ പാർട്സ്. അവർ കയറി വന്ന 2 ലീഡ്സും ബേൺലിയും പോലെ അല്ല. സണ്ടർലാൻഡ് നല്ല ഡിഫെൻസീവ്ലി കുറച്ച് സോളിഡാണ്. മാത്രമല്ല ഗ്രനിത് ജാക്ക ഒരു രക്ഷയില്ല. നല്ലൊരു കമാൻഡിങ് ലീഡിങ് ഫിഗറായിട്ട് മിഡ്ഫീൽഡിൽ കിടിലം പ്രസൻസ് ഉണ്ട്. ഈയിടെ ഒരു സ്റ്റാറ്റ്സ് വന്നു, പ്രീമിയർ ലീഗിൽ സോഫാർ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് കവർ ചെയ്ത പ്ലെയർ എന്ന് പറയുന്നത് ഗ്രനിത് ജാക്കയാണ്. സോ ഇപ്പോൾ ആഴ്സണൽ ഫാൻസ് ഒക്കെ പറയുന്ന പോലെ വി ഹാവ് പ്ലേസ്ഡ് അവർ ഏജൻസ് ഇൻ എവരി ടീം ടു മേക്ക് ഷുവർ ദാറ്റ് വി വിൻ ദ ലീഗ് എന്നുള്ള രീതി പറയുന്ന പോലെ ഗ്രനിത് ജാക്ക വൺ ഓഫ് ദ ഏജൻസ് ഓഫ് ആഴ്സണൽ ആവാം. കാര്യം അവരുടെ ടൈറ്റിൽ റേസിലുള്ളവരുടെയൊക്കെ പോയിന്റ്സ് നന്നായിട്ട് പിടിക്കാൻ നോക്കുന്നുണ്ട് സണ്ടർലാൻഡ്. മൂവിങ് ഫോർവേഡ് അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് നേരെ സെൻറ്റ് ജെയിംസ് പാർക്കിലോട്ടാണ്. നമ്മുടെ ന്യൂകാസിൽ അവിടെ 2-1 ഫുൾഹാമിൻ്റെ കൂടെ ലാസ്റ്റ് മിനിറ്റിൽ ഈ കുറേ കളികൾ ലാസ്റ്റ് മിനിറ്റ് ഗോൾസ് വന്നിട്ടുണ്ട്. 89 മിനിറ്റ്സിൽ ഒരുപാട് കളി 6-7 കളിയിൽ ഗോൾ വന്നിട്ടുണ്ട്. അതൊരു പ്രത്യേകതയാണ്. അപ്പോൾ അതിൽ ബ്രൂണോ ഗുമേറസ് ആണ് അവരുടെ വിന്നിങ് ഗോൾ നേടിയത്. ന്യൂകാസിൽ ക്യാൻ ബ്രീത്ത് ബിക്കോസ് അവർ കുറച്ച് മോശം റണ്ണിലൂടെ ആയിരുന്നു പോയത്. എനിക്ക് തോന്നുന്നു ന്യൂകാസിൽ ഇത്തവണ സ്ട്രഗിൾ ചെയ്യാൻ സാധ്യത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ചാമ്പ്യൻസ് ലീഗ് ഫിക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെക്കാളും അല്ല കൂടുതലാണ് ഗ്രൂപ്പ് സ്റ്റേജ് മാച്ചസ് ഒക്കെ. അപ്പോൾ ഇവർ നന്നായിട്ട് അവരുടെ സ്ക്വാഡ് ഡെപ്ത് കാരണം സ്ട്രഗിൾ ചെയ്യും പ്രീമിയർ ലീഗിലെന്ന് ഐ ഫീൽ. സെസ ലുക്കിച്ചാണ് ഫുൾഹാമിന് വേണ്ടി ഗോൾ നേടിയത്. അവിടുന്ന് മാൻ യുണൈറ്റഡ് ബ്രൈറ്റൺ ഞാൻ ഓൾറെഡി റിവ്യൂ ചെയ്തത് കൊണ്ട് ഐ എം നോട്ട് എംഫസൈസിങ് ഓൺ ഇറ്റ്. മാൻ യുണൈറ്റഡ് 4 ബ്രൈറ്റൺ 2. പിന്നെ ബ്രെൻഫോർഡ് ആൻഡ് ദ ചാമ്പ്യൻസ് ലിവർപൂൾ. അതിൽ എനിക്ക് ഞാൻ കളി കണ്ടതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രസീവായിട്ട് തോന്നുന്നതും പ്ലെയർ ടു വാച്ച് എന്ന് എനിക്ക് ലുക്ക് ഫോർവേഡ് എന്ന് എനിക്ക് തോന്നുന്നത് കയോഡെ എന്ന് പറയുന്നൊരു പ്ലെയർ ഉണ്ട്. ഒരു റൈറ്റ് ബാക്ക് ആണെന്നാണ് എൻ്റെ ഓർമ്മ. നല്ല ഫിസിക്കും നല്ല ശരീരമുള്ള ഒരുത്തൻ, നല്ല രീതിക്ക് ലോങ് ത്രോയിൻസ് ഒക്കെ എടുക്കുന്നു. ബ്രെൻഫോർഡ് ഇസ് ഓൾവേസ് എ സെറ്റ് പീസ് ടീം. അപ്പം നല്ല രീതിക്ക് ഒരു വമ്പൻ ഫിസിക്കൽ പ്രസൻസ് ആയിട്ട് കളി ത്രൂ ഔട്ട് ഡിഫെൻഡിങ്ങിലായാലും ശരി അറ്റാക്ക് പോകുമ്പോഴായാലും ശരി നല്ല രീതിക്ക് പെർഫോം ചെയ്തൊരു പ്ലെയറായിരുന്നു. എൻ്റെ ഐ ക്യാച്ച് ചെയ്ത വൺ ഓഫ് ദ പ്ലെയേഴ്സിൽ ഒരാളാണ് കയോഡെ.
അത് മാത്രമല്ല അവർക്ക് വേണ്ടി ഗോൾ അടിച്ചത് ഡാങ്കോ ഷാഡെ, പിന്നെ ഇഗോർ തിയാഗോ പെനാൽറ്റിയിലൂടെ. ഇഗോർ തിയാഗോയാണ് ഹാലൻഡിനെ തൊട്ട് താഴെ ഇപ്പം ഗോൾഡൻ ബൂട്ട് റേസിലുള്ളത്. കെർക്കസും സലയാണ് അവർക്ക് വേണ്ടി ഗോൾ അടിച്ചത്. ലിവർപൂളിൻ്റെ ഇഷ്യൂസ് എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീം ജെല്ലായിട്ടില്ല. പിന്നെ എക്കിറ്റിക്കയെ സ്റ്റാർട്ട് ചെയ്തു, എക്കിറ്റിക്ക ഇൻറ്റൻ്റ് ഒക്കെ കാണിച്ചെങ്കിലും ഐ തിങ്ക് എക്കിറ്റിക്ക ഷുഡ് സ്റ്റാർട്ട്, അതാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല കോണർ ബറാഡ്ലി എന്ന് പറയുന്നത് ട്രെൻഡ് എന്ന് പറയുന്ന ഒരു പ്ലെയറിൻ്റെ ഷൂസ് ഫില്ല് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് പാടുപെടുന്നുണ്ട്. മാത്രമല്ല ഫ്രിംപോങ്, എനിക്ക് തോന്നുന്നു ഫ്രിംപോങ്ങിൻ്റെ സൈനിങ് ഇനിയും ക്വസ്റ്റ്യനബിളായിട്ട് വരും ഇൻ ഫ്യൂച്ചർ, ബിക്കോസ് ഫ്രിംപോങ്ങിന് ഇഞ്ചുറീസ് വരുന്നു. മാത്രമല്ല ഇഞ്ചുറീസ് വന്നതുകൊണ്ട് തന്നെ ചിലപ്പം, അത് മാത്രമല്ല ഫിറ്റായിട്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ സ്ലോട്ട് അവനെ ബെഞ്ചൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ക്വസ്റ്റ്യൻ കംസ് അബൌട്ട് ഫ്രിംപോങ്. ഓൾസോ കെർക്കസും അത്ര ഇമ്പ്രസീവായിട്ടൊന്നും അല്ല, കുറച്ച് ഷേക്കിയാണ്. പക്ഷേ കെർക്കസിന് ഒരു ഗോൾ കിട്ടി. ഫോർ മീ ബെസ്റ്റ് പ്ലെയർ ഇൻ ലിവർപൂൾ ഷർട്ട് ഈസ് ഡൊമിനിക് ഷൊബോസ്ലൈ. ഷൊബോസ്ലൈനെ റൈറ്റ് ബാക്ക് ഇടുന്നത് ഞാൻ ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞ വീഡിയോയിൽ കണ്ട് പറഞ്ഞപ്പോഴത്തേക്കും അതെനിക്കിപ്പോൾ തോന്നുന്നത് നല്ല ചോയ്സ് അല്ല, ബിക്കോസ് ഷൊബോസ്ലൈ മിഡ്ഫീൽഡിൽ വേണം എന്നെനിക്ക് തോന്നുന്നു. കാര്യം ടുവേർഡ്സ് ദ എൻഡ് ആയപ്പോലും നല്ല രീതിക്ക് ഇവർ കുറച്ചുകൂടെ പ്രഷർ ചെയ്ത് ഇപ്പോൾ സലയുടെ ഗോളൊക്കെ വരാനും ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൊബോസ്ലൈ ഭയങ്കര രീതിക്ക് കിടിലം വർക്ക് റേറ്റ് ഇടുന്ന പ്ലെയറാണ്. അപ്പം മിഡിലും ഒക്കെ നല്ല രീതിയിലൊരു പ്രസൻസ് ആയിട്ട് നിന്ന് ബോളൊക്കെ വിൻ ചെയ്ത് കുറേ അറ്റാക്കിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഷൊബോസ്ലൈ. സോ അപ്പാർട്ട് ഫ്രം ഷൊബോസ്ലൈ എനിക്ക് കഴിഞ്ഞ കളികളിലൊന്നും ലിവർപൂളിൽ അത്ര ഇമ്പ്രസീവായിട്ട് ആരും കളിച്ചായിട്ട് തോന്നുന്നില്ല. അതാണ് സത്യം. ഇൻറ്റൻറ്റ് ഓഫ് എക്കിറ്റിക്ക ഈസ് ബെറ്റർ ദാൻ ഇസാക്ക്. പക്ഷേ ഇസാക്ക് കഴിഞ്ഞ കളി കളിച്ചില്ല, ഗ്രോയിൻ ഇഞ്ചുറി കണ്ടായിരുന്നു. സോ കോൺസിക്യൂട്ടീവ്ലി 4 മാച്ചസ് പ്രീമിയർ ലീഗ് തോറ്റിരിക്കുകയാണ് ലിവർപൂൾ, വിച്ച് ഇസ് എ ഹ്യൂജ് ബ്ലോ. അവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ഇതെല്ലാം കണ്ട് സന്തോഷിച്ചിരിക്കുന്ന നമ്മുടെ സ്വന്തം ആഴ്സണൽ എന്ന് പറഞ്ഞാൽ സെറ്റ് പീസുകളെ നമ്മൾക്ക് ഓർമ്മ വരും. ആഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ അവരെ കളിയാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. കാര്യം ആഴ്സണൽ മോഡിൽ തന്നെയാണ് ഇവിടെയുള്ള ബാക്കി ടീമുകളും പോകുന്നത്. ഇപ്പം പ്രീമിയർ ലീഗ് കുറച്ചുകൂടെ സെറ്റ് പീസ് ഓറിയൻറ്റഡ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഒരുപാട് സെറ്റ് പീസ് ഗോൾസാണ് ഈ വീക്കിൽ നമുക്ക് കാണാൻ പറ്റിയത്. ഒരുപാട് ഡ്രിൽസ് ഇപ്പോൾ സെറ്റ് പീസുകളിൽ നടക്കുന്നുണ്ട്. അപ്പം ആഴ്സണൽ മാത്രമല്ല, പക്ഷേ ആഴ്സണൽ ഡസ് എ ലോട്ട് ഓഫ് സെറ്റ് പീസ് ഗോൾസ്. അത് സ്റ്റാറ്റ്സ് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഓപ്പൺ പ്ലേ ഗോൾ എന്ന് പറഞ്ഞാൽ 5 എങ്ങാണ്ടേ ഉള്ളൂ. പക്ഷേ മാച്ച് എങ്ങനെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ട മാച്ചാണ്, ഞാനൊരു മുക്കാലും കണ്ട മാച്ചാണ്. എനിക്ക് ഭയങ്കര രീതിക്ക് ഈ അത്ലറ്റിക്കോ ആയിട്ടുള്ള കളിയേക്കാളും ബെറ്ററായിട്ട് തോന്നി ക്രിസ്റ്റൽ പാലസിൻ്റെ കളി. ക്രിസ്റ്റൽ പാലസ് ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ കോമ്പാക്റ്റ് ആയിരുന്നു. ഇവർക്ക് ഒരു രീതിയിലും അവരുടെ കളി കളിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഫസ്റ്റ് 30 മിനിറ്റ്സിൽ. ആൻഡ് എടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ വാസ് ബുള്ളിങ് സലീബ ആൻഡ് ഗബ്രിയൽ. ഐ മീൻ എന്തൊരു മാട് ചെങ്ങായാണത്, നല്ല രീതിയിൽ ബുള്ളി ചെയ്ത് ബോളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ഡാനിയൽ മുലോസ് ഒരു രക്ഷയില്ലായിരുന്നു. അവരുടെ ഏറ്റവും വലിയ വീക്ക് ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കളിയിൽ ഞാൻ കണ്ടപ്പം എറമി പിനോ ആയിരുന്നു. ഈ എറമി പിനോ കളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തായിരുന്നു എസ് കളിച്ചത്. അപ്പോൾ എസ് എനെ റിപ്ലേസ് ചെയ്യാൻ മാത്രം പിനോ ഉള്ളതായിട്ട് എനിക്ക് തോന്നി. കാര്യം ഒരുപാട് മിസ്റ്റേക്സ് അവിടെ നിന്നുണ്ടായി. പിന്നെ ഡൈച്ചി കമാഡയുടെ കയ്യിൽ നിന്നും നല്ല രീതിക്ക് മിസ്റ്റേക്സ് ഉണ്ടാകുന്നുണ്ടായിരുന്നു. വൺ ഹൂ സ്റ്റുഡ് ഔട്ട് ഫോർ മീ ഇൻ ദാറ്റ് ടീം അപ്പാർട്ട് ഫ്രം ദർ ഒബ്വിയസ്ലി ഗേഹിയും ക്രിസ് റിച്ചാർഡ്സും ലാക്രോ ഒക്കെ നന്നായിട്ട് കളിച്ചു. പക്ഷേ ആഡം വാർട്ടൺ എന്ന് പറയുന്ന പ്ലെയർ ഭയങ്കര രീതിയിൽ ഒരു ടോക്കിംഗ് പോയിന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മിഡ്ഫീൽഡറാണ്. ആൻഡ് ഐ സോ വൈ, ലൈക്ക് എന്താണ് അതിൻ്റെ റീസൺ നമുക്ക് മനസ്സിലാണല്ലോ. ആ കളിയിൽ അത്യാവശ്യം നല്ല സോളിഡായിട്ട് തന്നെ വാർട്ടൺ ഗ്രൗണ്ട് മൊത്തം കവർ ചെയ്ത് തന്നെ നല്ല രീതിയിൽ അവൻ്റെ ഡിഫൻസീവ് ഡ്യൂട്ടി ചെയ്യുന്നു. ഗോൾ എങ്ങനെ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾ കൃത്യമായിട്ട് ഒരു സെറ്റ് പീസിൽ കൂടെ തന്നെ റൈസ് അങ്ങോട്ട് ഡെലിവർ ചെയ്യുന്നു. അത് ഗബ്രിയേൽ ചാടുന്നു. ഗബ്രിയേൽ നേരെ ഡൈവേർട്ട് ചെയ്ത് പെനാൽറ്റി ബോക്സിനകത്ത് ഇട്ട് കൊടുക്കുന്നത് ഒരു അക്രോബാറ്റിക് എഫേർട്ടിലൂടെ എബെറച്ചി എസ് സ്വന്തം ടീമിൻ്റെ കൂടെ ഗോൾ അടിച്ച്, അതാണ് 1-0. അപ്പം ഇവരുടെ ഡിഫൻസീവ് റെക്കോർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺബിലീവബിൾ ആണ്. അപ്പോൾ ഇവരുടെ പ്രൊജക്റ്റഡ് ഗോൾസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതായത് നമ്മുടെ സീസൺ കഴിയുമ്പോൾ എത്രത്തോളം ഗോൾസ് കൺസീഡ് ചെയ്യും എന്നുള്ളതിന് ആക്ച്വലി ഇവർ ചെൽസിയുടെ റെക്കോർഡ് 15 ഗോൾസ് കൺസീഡഡ് ആൻ ഇയർ എന്ന സീസൺ എന്ന് പറയുന്ന സാധനം ബീറ്റ് ചെയ്യും എന്നൊക്കെയാണ് പ്രവചിക്കുന്നത്, അറിയില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഭയങ്കര സോളിഡ് ഡിഫൻസാണ്, ബെസ്റ്റ് ഡിഫൻസ് പ്രോബബ്ലി ഇൻ ദ വേൾഡ് എന്ന് ഞാൻ പറയും. ആൻഡ് എ ഗുഡ് ഗോൾ കീപ്പർ, ഗുഡ് എന്നല്ല ഗ്രേറ്റ് ഗോൾ കീപ്പർ എന്ന് തന്നെ പറയാം. സോ ആഴ്സണൽ ഈസ് വെരി മച്ച്, അതായത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര നല്ലൊരു ലീഡിലാണ് ആഴ്സണൽ ഇപ്പോൾ നിൽക്കുന്നത്. 5-6 പോയിൻ്റ് ഡിഫറൻസ് ഉണ്ട്. ഇതൊന്നും കൊണ്ട് ബോട്ടിൽ ചെയ്യരുതേ രാമ എന്നേ എനിക്ക് പറയാനുള്ളൂ. അവിടുന്ന് പിന്നെ നമ്മൾ നോക്കുന്നത് അടുത്തൊരു വമ്പൻ റിലഗേഷൻ ബാറ്റിൽ ഗെയിമിലേക്കാണ്. വൂൾസ് വേഴ്സസ് ബേൺലിയിൽ വൂൾസ് 2-3 തോറ്റു. ലാസ്റ്റ് മിനിറ്റിൽ 90+5 വൂൾസ് തോറ്റത്. ലൈൽ ഫോസ്റ്ററിൻ്റെ ഗോളിൽ തോറ്റു. അവർക്ക് വേണ്ടി ഗോൾ അടിച്ചത് സിയാം ഫ്ലെമിംഗ് 2 ഗോൾ അടിച്ചു. അതേസമയം വൂൾസിന് വേണ്ടി സ്ട്രാൻ ലാർസണും മുനേറ്റ്സിയും ഗോൾ സ്കോർ ചെയ്തു. എന്താണ് വൂൾസിന് പറ്റുന്നത്? വൂൾസ് ഇപ്പം 2 പോയിൻറ്റ് മാത്രമാണ് 9 കളിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ആൻഡ് യു നോ വാട്ട്, ഒരു കാര്യം വിറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്ടർ പെരേര എന്ന് പറഞ്ഞ അവരുടെ മാനേജറിന് അവർ 3-4 മാച്ച് മുന്നേ, അതായത് തീരെ മോശമായിട്ട് കളിക്കുന്ന സമയത്ത് പോലും ഒരു പുതിയ കോൺട്രാക്ട് ഓഫർ ചെയ്തു എന്നുള്ളതാണ്, വിച്ച് ഈസ് വെരി വിയേർഡ്. പക്ഷേ അതിൽ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻസ് മൊത്തത്തിൽ വിക്ടർ പെരേരയുടെ തലയിൽ കയറിയിട്ടില്ല. കാര്യം ഇവർ
ബോർഡിനെതിരെയാണ്. ബോർഡ് നല്ലപോലെ സൈനിങ്സ് നടത്തിയിട്ടില്ല. വൂൾസ് നല്ല ക്ഷീണത്തിലാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ റയാൻ ഐറ്റ്നോറി ആയിക്കോട്ടെ, മാത്യസ് കുഞ്ഞി ആയിക്കോട്ടെ, പിന്നെ ബെഞ്ചിൽ നിന്നാണെങ്കിലും വന്ന് നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിവുള്ള പാബ്ലോ സറാബിയ, എല്ലാവരും വൂൾസ് വിട്ട് പോയിട്ടും അതിന് പറ്റിയ രീതിയിൽ ആ ഒരു ക്ലാസ്സിൽ അവർക്ക് നല്ല റിപ്ലേസ്മെൻറ്റ്സ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് വൂൾസ് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നു. വിക്ടർ പെരേര മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ബിക്കോസ് വൂൾസ് വേറെ ഡീസൻറ്റ് ടീം ലാസ്റ്റ് ഇയർ. അപ്പം കണ്ടറിയണം വൂൾസ് എന്താവുമെന്ന്. സോ വൂൾസാണ് ഇപ്പോൾ ലാസ്റ്റ് ബോട്ടം ഓഫ് ദ ലീഗ് കിടക്കുകയാണ്. ബേൺലി അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് പോയിന്റ്സ് കുറച്ചായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ബേൺലി സ്നോ മോർ ദ പഴയ ബേൺലി എന്ന് കേൾക്കുമ്പോൾ നമുക്കെപ്പോഴും ഷോണ്ടേഷിനെയാണ് ഓർമ്മ വരുന്നത്. ഷോണ്ടേഷ് എന്ന് പറയുമ്പോഴത്തേക്കും ഷോണ്ടേഷിൻ്റെ പോലത്തെ ബ്രെക്സിറ്റ് ബോൾ അല്ല ഇപ്പം ബേൺലി കുറച്ചുകൂടെ സ്ട്രേറ്റ് ഫോർവേഡ് അറ്റാക്കിംഗ് ആണ്. കമ്പനിക്ക് ശേഷം അവരത് തന്നെ ഐഡൻറ്റിറ്റി അത് തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഷോണ്ടേഷിനെ എന്തായാലും മെൻഷൻ ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ഷോണ്ടേഷിലേക്ക് വരാം. ഷോണ്ടേഷ് ഇപ്പം നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ മാനേജറാണ്. ബ്രെക്സിറ്റ് ബോൾ എന്ന കളിയാക്കി കളിക്കുന്ന ഷോണ്ടൈഷ് വന്ന പാടെ തന്നെ യൂറോപ്പ ലീഗിൽ പോർട്ടോനെ തോപ്പിക്കുന്നു 2-0. 2 പെനാൽറ്റി ആയിരുന്നു, ബട്ട് സ്റ്റിൽ 2-0 പോർട്ടോനെ തോപ്പിക്കുന്നു. ആൻഡ് എഗെയിൻ നമ്മൾ വിചാരിക്കുന്നത് ഷോണ്ടൈഷ് എന്ന് പറഞ്ഞാൽ ഒരു മോശം പറയരുതല്ലോ, എന്തായാലും റിലേഗേറ്റഡ് ആവത്തില്ല, എങ്ങനെയെങ്കിലും പുള്ളി പിടിച്ചു നിർത്തും. പക്ഷേ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ന്യൂനോയുടെ കീഴിൽ യൂറോപ്പ് വരച്ചെന്ന ടീമാണ്. ബട്ട് വി ആർ നോട്ട് സീയിങ് ദാറ്റ് സെയിം ക്വാളിറ്റി നൗ. ആൻഷ് പോസ്റ്റൊക്കെ വന്നിട്ട് ഒരു കളിയും പോലും പുള്ളി 2ാമത്തെ സീസണിലാണ് എല്ലാം ചെയ്യുന്നത്. അതുപോലും ഒരു നോക്കിയില്ല, അവരാദ്യം എടുത്ത് പറഞ്ഞു വിട്ടു. ഇപ്പം നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് കളിച്ചത് ബോൺമത്തിൻ്റെ കൂടെയാണ്. ബോൺമത്ത് അപ്പുറത്തെ ഒരു അന്യായ ലെവൽ ടീം. ഉള്ള കാര്യം പറയാമല്ലോ, ആൻ്റണി ഇരയോള, വൺ ഓഫ് ദ ബെസ്റ്റ് കോച്ചസ്. അത് ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ടീമായിരുന്നു ബോൺമത്ത് കഴിഞ്ഞ സീസണിൽ. ബിക്കോസ് അതെന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. നല്ല രീതിയിൽ സ്ട്രൈറ്റ് ഫോർവേഡ്, ഭയങ്കര ഈ സോ കോൾഡ് ബ്യൂട്ടിഫുൾ ഫുട്ബോൾ പോലത്തെ സാധനം ഒരു ആവറേജ് അല്ലെങ്കിൽ എബോവ് ആവറേജ് പ്ലേയേഴ്സിനെ വെച്ച് കളിക്കുന്നു. അതും വലിയ ടീമുകളുടെ കൂടെ തന്നെ പൊസിഷനൊക്കെ വെച്ച് അറ്റാക്ക് ചെയ്യാൻ ധൈര്യത്തോടു കൂടി തന്നെ കളിക്കുന്നു. ഈ സീസണിൽ വന്നപ്പോൾ വൂൾസിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ സീസണിൽ ഇവരുടെ വന്നപ്പോഴത്തേക്ക് ഇവരുടെ ബാക്ക് ലൈനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡിഫൻസീവ് റെക്കോർഡ് ഉണ്ടായിരുന്ന ഒരു ടീമാണ്. പക്ഷേ ഇവരുടെ ബാക്ക് ലൈനിലുള്ള ഡീൻ ഹ്യൂസൻ റയൽ മാഡ്രിഡിൽ പോയി, സബാർണി പാരീസ് സെയിൻറ്റ് ജർമ്മനി പോയി, കെർക്കസ് ലിവർപൂളും പോയി. ഇവരുടെ ബാക്ക് ലൈനിലുള്ള മെയിൻ 3 പ്ലേയേഴ്സും പോയി. അവരുടെ ഗോളി ഇപ്പം കെപ്പ എനിക്കൊന്ന് ബെഞ്ചിലാണ്, പക്ഷേ പെട്രോവിച്ചിനാണ് എടുത്തത്. ഓൾമോസ്റ്റ് സെമന്യയും ക്ലേവേർട്ടും പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് ടൈലർ ആഡംസ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ആ ടീമിലെ എല്ലാവരും പുതുമുഖങ്ങളാണ്. 8 പേരും പുതുമുഖങ്ങളാണ് ഇന്നലെ കളിച്ചതിൽ. അതും എന്നിട്ട് പോലും ദ സെയിം ക്വാളിറ്റി ഓഫ് ഗെയിം അവർ പുറത്തെടുക്കുന്നു എന്നുള്ളത് ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് വൺ മാൻ, ആൻ്റണി ഇരയോളെ പറ്റി ഒരു ടാക്ടിക്കൽ വീഡിയോ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ബിക്കോസ് ഐ വാസ് സോ ഇംപ്രസ്ഡ് ബൈ ഹിസ് പുള്ളിയുടെ ഓരോ ലെവൽസും വായിച്ച് നോക്കിയപ്പോഴത്തേക്കിനും ഇംപ്രസ്ഡ് ആയിട്ട് തോന്നി. സോ ബോൺമത്ത് ഡിസേർവിംഗ്ലി സിറ്റിംഗ് സെക്കൻഡ് ഇൻ ദ ടേബിൾ. ഒരു ടോട്ടൽ അടിപൊളി പാക്കേജ് ആയിരിക്കും ബോൺമത്ത് എന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ദേ ആർ കേപ്പബിൾ ഓഫ് ഗെറ്റിംഗ് എ യൂറോപ്യൻ സ്പോട്ട് ദിസ് സീസൺ എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേറെ യൂറോപ്യൻ സ്പോട്ട് ഇല്ല. യൂഷ്വലി മിഡ് വീക്ക് കളികൾ വരുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ നേരത്തെ ന്യൂകാസിലിൻ്റെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് മിഡ് വീക്ക് ഫിക്സ്റ്റേഴ്സ് വരുമ്പോൾ അവരുടെ സ്ക്വാഡ് ഡെപ്ത് കുറവായതുകൊണ്ട് അവർ പ്രീമിയർ ലീഗ് സ്ട്രഗിൾ ചെയ്യും, വിച്ച് ക്യാൻ ബി ക്യാപിറ്റലൈസ്ഡ് ബൈ ബോൺമത്ത്. അപ്പോൾ ബോൺമത്ത് 2-0 ജയിച്ചു. ക്രൂപ്പി ജൂനിയർ അവൻ്റെ 2ാമത്തെ ഗോൾ അടിച്ചിരിക്കുന്നു. ഇവാനിൽസൻ്റെ അഭാവത്തിൽ വന്ന സ്ട്രൈക്കറാണ്. 2 കളി കോൺസിക്യൂട്ടീവ്ലി അടിച്ചിരിക്കുന്നു. പിന്നെ മാർക്കസ് ടവർണിയർ എന്ന് പറഞ്ഞ പ്ലെയർ നിങ്ങൾ പോയി നോക്കിയാൽ മതി, ഒരു ഡയറക്റ്റ് കോർണർ കിക്കിലൂടെ ഒരു ഗോൾ നേടി. അങ്ങനെ 2-0 എന്നുള്ള ലീഡിൽ ബോൺമത്ത് ജയിച്ച് സെക്കൻഡ് എത്തിയിരിക്കുകയാണ്. അവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് വില്ല പാർക്കിലേക്കാണ്. വില്ല പാർക്കിലെ ഗുഡ് ഈവനിങ് അന്ന് ഉണ്ടായത് ആസ്റ്റൺ വില്ലയ്ക്കാണ്. ആസ്റ്റൺ വില്ല 1, മാൻ സിറ്റി 0. വാട്ട് ഈസ് ദ പ്രോബ്ലം വിത്ത് മാൻ സിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഡിഫോൾട്ട് ആൻസർ ആണെങ്കിൽ എനിക്കിപ്പോഴും തോന്നുന്നത് റോഡ്രി ആയിരുന്നു ആ പെപ്പിൻ്റെ ആ ഒരു സിസ്റ്റം ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നലെ റെൻഡിയേഴ്സ് ആയിരുന്നു ഹോൾഡിംഗ് മിഡ് കളിച്ചിരുന്നത്. അതായത് ബെർണാഡോ സിൽവയൊക്കെ കൂടെ കയറി കളിച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിക്കോ ഗോൺസാലസിനെ ഇവർ മേടിച്ചത് റോഡ്രിയുടെ ഒരു പകരക്കാരനായിട്ടോ അല്ലെങ്കിൽ റോഡ്രിക്ക് പരിക്ക് വരുമ്പോഴോ റോഡ്രിയുടെ മിനിറ്റ്സ് ഷെയർ ചെയ്യാനൊക്കെയാണ്. പക്ഷേ നിക്കോ ഗോൺസാലസ് ഇസ് നോവെയർ നിയർ റോഡ്രി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് റോഡ്രി ഒരു വേൾഡ് ക്ലാസ് പ്ലെയറാണ്, അതിൻ്റെ അഭാവം എന്തായാലും കാണുന്നുണ്ട്. അപ്പം ഒരു മാറ്റി ക്യാഷിൻ്റെ അതൊരു സെറ്റ് പീസിൽ നിന്ന് വന്നൊരു ഗോളാണ്. മാറ്റി ക്യാഷാണ് ഗോൾ അടിച്ചത്. അതിനുശേഷം അവർ കൃത്യമായി ഡിഫെൻഡ് ചെയ്യുന്നു, അധികം ചാൻസസും സിറ്റിക്ക് കൊടുക്കാതെ തന്നെ ഡിഫെൻഡ് ചെയ്യുന്നു. സവീനിയോ ഒക്കെ ഒരു സിറ്റി ലെവൽ പ്ലെയർ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. ആക്ച്വലി സിറ്റി ഈസ് ഗോയിങ് ത്രൂ എ റീബിൽഡ് എന്ന് എനിക്കിപ്പം തോന്നുന്നു. മേ ബി നമുക്ക് നോക്കാം. സിറ്റി എന്താ പറയുക, ഉൾട്ടടിക്കോ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ആഴ്സണലിന് ഭയങ്കര രീതിയിലുള്ളൊരു നല്ലൊരു സീസണാണ് വന്ന് കയറി, കയ്യിൽ മറ്റേ മഹാലക്ഷ്മി വന്ന് കയറി എന്ന് പറയുന്ന പോലത്തെ ഒരു സീസണാണ്. ഈ സീസണിൽ അടിച്ചിരുന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. കാര്യം എല്ലാവരും അത്യാവശ്യം നല്ല ക്ഷീണത്തിലാണ്. അവിടുന്ന് നേരെ ലാസ്റ്റ് മാച്ച് വീണ്ടും സെറ്റ് പീസുകളിൽ 2 ഗോൾ നേടി. ഇപ്പം നമ്മുടെ സ്വന്തം തോമസ് ഫ്രാങ്ക് ബ്രൺഫോർഡിലായിരുന്നപ്പോഴും സെറ്റ് പീസസിൽ ഒട്ടും പിശി കാണിച്ചിട്ടില്ല. ഇതിൽ അത്യാവശ്യം 3 ഗോൾ സ്പർസ്, 3 ഗോളിൻ്റെ ലീഡിൽ എവർട്ടൻ്റെ പുതിയ ഗ്രൗണ്ടിൽ ആദ്യമായിട്ട് തോൽപ്പിക്കുന്ന ഒരു ടീമാണ് സ്പർസ് എന്ന് തോന്നുന്നു. 3-0 എന്ന് പറയുന്ന സ്ട്രോങ് സ്കോർ ലൈനിൽ
പരാജയപ്പെടുത്തി. സ്പെർസ് എന്ന് പറഞ്ഞ ടീം ആക്ച്വലി നല്ല രീതിക്ക് അത്ര ഇപ്പോൾ ആൻജിൻ്റെ കൂടെ നമുക്കറിയാമല്ലോ നല്ല തുളയുള്ള ഒരു ഡിഫൻസൊക്കെയാണ്. പക്ഷേ പുള്ളി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഡിഫൻസീവിൽ കുറച്ച് സോളിഡാക്കി കൊണ്ടുവരുന്നുണ്ട് സ്പെർസിനെ. മിക്കി വാൻഡിവനാണ് 2 ഗോൾ അടിച്ചത്, 2ഉം കോർണറിൽ നിന്നായിരുന്നു. പിന്നെ മറ്റേ ഗോൾ അടിച്ചത് പാപ്പ് മെറ്റസാറാണ്. അതൊക്കെ തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ പ്രീമിയർ ലീഗിലെ ഇപ്പോഴത്തെ അവസ്ഥ. ഇതൊക്കെയായിരുന്നു ഈ ഗെയിം വീക്കിലത്തെ മാച്ചസ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട കളി ഏതാണെന്നോ നിങ്ങൾക്ക് തോന്നുന്ന കമൻസൊക്കെ താഴെ പറയുക. അതുപോലെ തന്നെ എൽ ക്ലാസിക്കോയും നമ്മൾ ഈ വീക്കിൽ കണ്ടായിരുന്നു. എൽ ക്ലാസിക്കോ പേഴ്സണലി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് വാസ് നോട്ട് എ ഗുഡ് എൽ ക്ലാസിക്കോ അക്കോർഡിംഗ് ടു മീ. ബിക്കോസ് എൽ ക്ലാസിക്കോ ലെവൽസ് ഉണ്ട്. അവസാനം പോയി കുറച്ച് അടി ഉണ്ടാക്കി കഴിഞ്ഞ് അതായത് ഓഫ് ദ ഫീൽഡ് ഇഷ്യൂസും കൂടെ കലർന്നിട്ടുള്ള അടികൾ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൽ ക്ലാസിക്കോ ആവില്ല. കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രീതിയിലൊരു വൺ സൈഡഡ് ഭീമാകാരമായ വൺ സൈഡഡ് മാച്ച് അല്ലെങ്കിലും ഐ നെവർ സോ ബാഴ്സ വിന്നിങ് ദാറ്റ് മാച്ച്. പിന്നെ റയലിന് ആ സ്കോർ ലൈൻ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു റയൽ ഫാൻസ് കുറച്ചുകൂടെ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. കാര്യം കുറച്ചുകൂടെ ബിഗർ മാർജിനിൽ ജയിക്കേണ്ട കളിയായിരുന്നു. എംബാപ്പയുടെയും ബെല്ലിംഗാമിൻ്റെയും ഗോളിൽ 2-1 അവർ ജയിക്കുകയുണ്ടായി. ഫെർമിൻ ലോപ്പസ് ആണ് ബാഴ്സയ്ക്ക് വേണ്ടി ഗോൾ നേടിയത്, അസിസ്റ്റഡ് ബൈ മാർക്കസ് റാഷ്ഫോർഡ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീക്ക്. ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വീഡിയോ വെറുതെ ഒരു ഗെയിം വീക്ക് റൗണ്ടപ്പ് പോലെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ചെയ്തതാണ്. ഒട്ടും വലിയ പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. ബട്ട് സ്റ്റിൽ വെറുതെ ഒരു റൗണ്ടപ്പ് പോലെ ഇതൊക്കെയാണ് നടന്ന ഒരു സൊറ പറയുന്ന പോലെയൊക്കെ പറഞ്ഞു പോകാൻ വേണ്ടി ഒന്നാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. യു ആർ ലെജൻഡ്സ് ഇഫ് യു ആർ സ്റ്റിൽ വാച്ചിങ് ദിസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. മറ്റൊരു വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ.